Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. ബാർകോഴ ആരോപണത്തിൽ നിയമസഭ സ്തംഭിച്ചു. എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമസഭ ബഹിഷ്കരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. വളരെ വിവാദമായ അബ്കാരി നയത്തിൽ മാറ്റം വരുത്താം എന്ന് ഉറപ്പുകൊടുത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ ബാർ ഉടമകൾ നടത്തിയ പണപ്പിരിവ് പുറത്തുവന്ന സാഹചര്യം ഗൌരവതരമായി 1988 അഴിമതി നിരോധന നിയമത്തിന്റെ 8, 9, 12 വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കണമെന്നും അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീ റോജി എം ജോൺ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ കൃത്യമായ ഉത്തരങ്ങൾ പറയാതെ ദുർബലമായ വാദങ്ങൾ ഉയർത്തി എക്സൈസ് മന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു. യഥാർത്ഥത്തിൽ എക്സൈസ് വകുപ്പ് ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അബ്കാരി പോളിസിയിൽ റിവ്യൂ നടത്താൻ വേണ്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ബാർ ഉടമകളുടെ യോഗം വിളിച്ചത് ടൂറിസം വകുപ്പാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം, അബ്കാരി പോളിസിയിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് യോഗം വിളിക്കാൻ ടൂറിസം വകുപ്പിന് എന്ത് അധികാരം എന്നതാണ് ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതിന് ദുർബലമായ മറുപടിയാണ് ആ മന്ത്രിമാർ രണ്ടുപേരും നൽകിയത്. അപ്പോൾ എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുകയും ഈ മദ്യവുമായി ബന്ധപ്പെട്ട പോളിസിയിൽ മാറ്റം വരുത്തി കൊടുക്കാം എന്ന് ബാർ ഉടമകൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബാർ ഉടമകൾ പണം കൊടുത്താൽ മാത്രമേ ഈ കാര്യം നടക്കേയുള്ളൂ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പണം കൊടുത്തില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കോഡ് ഓഫ് കോണ്ടക്ട് പെരുമാറ്റച്ചട്ടം മാറിയാൽ മദ്യനയത്തിലെ ഈ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാമെന്ന ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയത് എന്ന് വ്യക്തമായിരിക്കുക.